മഞ്ഞു പൊഴിഞ്ഞു കിടക്കുന്ന ഒരു താഴ്വരയിലേക്കായിരുന്നു അവളെ കൂട്ടിപ്പോയത്. സോനാമാർഗ്. അവളുടെ സന്തോഷം നിറഞ്ഞ മുഖം അത്രയും തൻ്റെ മനസ്സിൽ പതിപ്പിച്ചു വെച്ചു. ഇച്ചായ, നമുക്കിവിടെ ഒരു വീട് വെച്ച് താമസിക്കാം. ഞാനും ഇച്ചായനും നമ്മുടെ മോനും. മൂളാതെ, കഷ്ടമുണ്ട്. നീ പറയുന്നത് കേൾക്കുമല്ലേ കൊച്ചേ? ഇച്ചായൻ എന്താ ക്രിസ്ത്യനായി പോയേ? അറിയില്ല, എന്തോ അമ്മ അങ്ങനെ ആയതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെയായിപ്പോയി. അപ്പോൾ നാൻസിയോ? അവൾക്ക് പണ്ടേ അച്ഛനെയാണിഷ്ടം. അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടം. നമ്മുടെ മോനോ? നമ്മുടെ മോനെ എങ്ങനെയാ വളർത്താം? നിന്റെ ഇഷ്ടം പോലെ പോരെ? അവൾ അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു കവളിൽ ഉമ്മ വെച്ചു. നാളെ പോയാലോ നാട്ടിലേക്ക്? ഇവിടെ മടുത്തോ അപ്പൂന്? ഇല്ല, സ്ഥിരമായി നിൽക്കാൻ വരുമല്ലോ, അത് മതി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. എന്തേ, നീ എന്താ എൻ്റെ മുന്നിലേക്ക് വരാൻ ഇത്രയും വൈകിയത്? മറുപടി പറയാതെ അവളും ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ ആ നെഞ്ചിലേക്ക് ചേർന്നങ്ങ് നിന്നു. അവൻ്റെ നെഞ്ച് പൊളിച്ചുകൊണ്ട് മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. നമുക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്, പോയാലോ? എവിടെയാ? അമർനാഥ്. അങ്ങോട്ടോ? അവളുടെ മിഴികൾ വിടർന്നു. പോകാം. അതൊരു കരിങ്കൽ ക്ഷേത്രമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും നേരിട്ട് കണ്ടതിൻ്റെ ആകാംക്ഷ അവളുടെ മുഖത്തുണ്ട്. ഇത്രയും വലിയ പാറയ്ക്കകത്ത് ആരാടാ ഇങ്ങനെയൊരു ക്ഷേത്രം പണിതതാവോ? അതാരും പണിതതല്ലടാ, മഞ്ഞ് വീണ് വീണ് അവിടെ ഒരു ശിവലിംഗം തന്നെയേ ഉണ്ടായതാ. ആണോ? അത് കണ്ടുപിടിച്ചേ പിന്നെ ഇവിടെ ഇങ്ങനെ ആചാരവും വിശ്വാസവും ഒക്കെ വന്നേ. എന്നാലും വന്നത് നഷ്ടമായില്ല അല്ലേ ഇച്ചായ? പിന്നെയും അവിടെ കുറേ ചുറ്റി നടന്നിട്ടാണ് അവർ മടങ്ങിയത്. തിരികെ പോകും മുന്നേ വീട്ടിലേക്കായി ഒരുപാട് സാധനങ്ങൾ അവൾ വാങ്ങിക്കൂട്ടിയിരുന്നു. അപ്പോഴൊക്കെ അവിടെ താനും ഇച്ചായനും മോനും ഒന്നിച്ചു താമസിക്കുന്നതോർത്ത് ഒരു പുഞ്ചിരി എപ്പോഴും ചുണ്ടിൽ നിറഞ്ഞു നിന്നിരുന്നു. പതിവില്ലാതെ ഒരു വണ്ടി വന്ന് നിന്നപ്പോൾ നീലിമ ഒന്ന് പകച്ചു. പക്ഷേ അപർണയെ കണ്ട് കണ്ണുകൾ വിടർന്നു. അമ്മേ! സന്തോഷത്തോടെ ഓടി വരുന്ന മകളെ കാണെ അവളുടെ ഹൃദയവും നിറഞ്ഞു. വാ മോനെ, കഴിക്കാൻ എന്താ ഉള്ളേ അമ്മേ? ഒന്നും കഴിച്ചില്ലേ? ഇല്ല, വരുന്ന വഴിയാണ്. വാ. രണ്ടുപേരും കൈ കഴുകി ഇരിക്കുമ്പോഴേക്കും ചോറ് വിളമ്പിക്കഴിഞ്ഞിരുന്നു. സാമ്പാറും പപ്പടവും അച്ചാറും ചീരപ്പേരിയും കൂട്ടി അവൻ കഴിക്കുന്നത് കാണെ അവൾക്ക് നേരിയ വിഷമം തോന്നി. സാറിന് എന്താ വേണ്ടേ എന്ന് ചോദിച്ചിട്ടേ ശാരദ ചേച്ചി കറി വെക്കൂ. അതിൽ 4-ൽ കുറഞ്ഞൊരു കറിയില്ല. ആ ആളാണ് ഇതും കൂട്ടി കഴിക്കുന്നേ. എന്ത് വാടി നോക്കിയിരുന്ന് കൊതി വെക്കുന്നേ? അവളൊന്ന് കണ്ണ് ചിമ്മി. സാറിന് ഇഷ്ടായോ കറിയൊക്കെ? പിന്നെ ഇഷ്ടമാവാണ്ടിരിക്കാൻ എന്താ? നിനക്കിഷ്ടായില്ലേ? അവൻ ഒരു പിടി വാരി അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് നീലിമയുടെ മനസ്സ് നിറഞ്ഞു. ഇഷ്ടമാണല്ലോ അവളെ, അത് മതി, സമാധാനം. കഴിച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു. അപർണ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കിടക്കാൻ തയ്യാറാവുകയാണ് അവൻ. വിരിയൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട്. സാറ് കിടക്കാൻ പോവാ? ഞാൻ മാത്രമല്ല, നീയും. ഞാനൊന്നുമില്ല. ഒന്നും ചെയ്യില്ല പെണ്ണേ, വാ, ക്ഷീണം മാറട്ടെ, ഉറങ്ങാം. അവൾ വാതിലടച്ച് അവൻ നീട്ടിയ കൈകളിലേക്ക് ഒതുങ്ങി. നിമിഷങ്ങൾ കൊണ്ട് അവൻ ഉറങ്ങിപ്പോയിരുന്നു. അവൻ്റെ നെറുകയിൽ ഒന്ന് ഉമ്മ വെച്ചിട്ട് അവളും. വൈകിട്ടാണ് രണ്ടുപേരും എഴുന്നേറ്റത്. നന്നായി ഉറങ്ങിയതിൻ്റെ ക്ഷീണമുണ്ട്. മുഖമാകെ ഒന്ന് കഴുകി താഴേക്കിറങ്ങി. താഴെ ആദിത്യൻ മുഖം വീർപ്പിച്ചിരിപ്പുണ്ട്. എന്താ അമ്മേ, എന്താ കാര്യം? അവനെ നിങ്ങൾ കൂട്ടിയില്ല എന്ന് പറഞ്ഞ അതാണോ? എൻ്റെ കുഞ്ഞളിയനെ എവിടെ പോണം പറ, ഞാൻ കൊണ്ടുപോകാം. എന്നാ എനിക്ക് ഇപ്പം വേണം ഐസ്ക്രീം. ഓക്കെ. അവൻ വണ്ടിയുടെ താക്കോൽ എടുത്തു. അപ്പോൾ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ അളിയനും പോയിട്ട് വാ. വാടാ അളിയ. അവർ പോയപ്പോൾ നീലിമ അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ എങ്ങനെ നിന്നോട്? പാവമാണ് അമ്മേ, ഒത്തിരി പാവം. അറിയാൻ വൈകിപ്പോയി എന്ന് മാത്രം. ഇഷ്ടല്ലേ നിന്നെ? അല്ലെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഇല്ല, ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. അവരുടെ പേടി മനസ്സിലായത് കൊണ്ട് അവൾ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. വൈകുന്നേരമാണ് അവർ പിന്നെ വരുന്നത്. അപ്പോഴേക്കും അച്ഛനും വന്നിരുന്നു. എല്ലാവർക്കും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ച് കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്ത് അവരിറങ്ങി. ഇപ്പം പോണോ എന്ന് ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും അവരത് മനസ്സിലടക്കി. പതിവില്ലാത്ത നേരത്ത് കോളിംഗ് ബെൽ കേട്ട് ആർദ്ര ഒന്ന് ഞെട്ടി. ആരാ ഈ നേരത്ത്? അവരാകുമോ? എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അന്നത്തെ ആ ദിവസത്തിന് ശേഷം അവളെ ഒരിക്കൽ പോലും വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അവൻ. അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ആർദ്ര. പറച്ചിലോടെ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരുന്നു അപർണ. വരുമെന്ന് പറഞ്ഞില്ലല്ലോ. സർപ്രൈസ്. ഉവ്വ.
അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ എഡ്വിൻ അകത്തേക്ക് കയറിയപ്പോഴാണ് സർപ്രൈസ് അല്ല മനഃപൂർവ്വമാണെന്ന് മനസ്സിലായത് തന്നെ. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പോയ വിശേഷം വായ തോരാതെ പറയുന്നവളെ അവൻ നോക്കിയിരുന്നു. പെട്ടെന്ന് ചോറ് തരിപ്പിൽ കയറിയപ്പോൾ ആദ്യം എഴുന്നേറ്റതും വെള്ളമെടുത്ത് നൽകിയതും അവൻ തന്നെയാണ്. ഇനി കഴിച്ചു തീരും വരെ നീ മിണ്ടിയാലുണ്ടല്ലോ അപ്പു. അവൾ മിണ്ടിയില്ല, അങ്ങനെ ഇരുന്ന് കഴിച്ചു. ഇടയ്ക്ക് അവനെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കും. അത് കാണുമ്പോൾ ഒരു ഉമ്മ കൊടുക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ സാഹചര്യം മാറിപ്പോയി. അവനൊന്ന് നിശ്വസിച്ച് ശേഷം കഴിച്ചെഴുന്നേറ്റു. എഡ്വിൻ്റെ അടുത്തിരുന്ന അവൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവനെ ചാരി ഇരിപ്പായി. പിന്നെ മടിയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ഇവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോഴാണ് ആർദ്ര അവനെ വിളിച്ചത്. സാർ, എന്താ? സാർ എന്നോട് പിണക്കത്തിലാണോ? പോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ താൻ? അവൾ തല കുനിച്ചു. ഞാൻ ഇറക്കി വിടില്ല. പോകുന്നത് നിന്റെ ഇഷ്ടമാണ്. ഞാൻ പോകുന്നില്ല. അതെന്താ? നിന്റെ മറ്റവൻ്റെ അടുത്തേക്ക് പോകുന്നില്ലേ? പോയി അവൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ച് ചോദിക്ക്, അവളുടെ പഴയ കാമുകൻ ഞാനാണോ എന്ന്. സാർ, സോറി. എനിക്ക് വേണ്ട സോറി. സോറി സാർ, ഇനി ഉണ്ടാകില്ല. എൻ്റെ പിടിപ്പുകേട്. അവൻ ശത്രുവാണെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. ഇത്തവണ ക്ഷമിക്കൂ. ഇനി ഉണ്ടാകില്ല. ഉണ്ടാകരുത്. ഇല്ല സാർ. ഒന്ന് മൂളിയിട്ട് അപർണയെ പതിയെ കോരിയെടുത്ത് നടന്നു. അടുത്ത സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് താഴെ അവൾ ഉപയോഗിച്ചിരുന്ന മുറിയിൽ തന്നെ കയറി. അവളെ കിടത്തിയിട്ട് അവനും അരികെ കിടന്നു. നാളെ ഓഫീസിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയാകുമോ ആവോ. ആർദ്ര നന്നായി കാണും. എന്നാലും അവൻ ചിന്തയോടെ അങ്ങനെ കിടന്നു. പിറ്റേന്ന് പോകാൻ റെഡിയായി നിൽക്കുന്ന എഡ്വിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അപർണ. വിടുന്നുണ്ടോ അപ്പോ? ഞാനും വന്നോട്ടെ പ്ലീസ്. ഇന്ന് എന്തായാലും വേണ്ട. ഇവിടെ റെസ്റ്റ് ചെയ്യ്. 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. ഇല്ല സാർ, പറ്റിക്കും. അവന് ചിരി വന്നു പോയി. പോയിട്ട് വരാം. നല്ല കുട്ടിയായിട്ടിരിക്കണം. അവളുടെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചിട്ടാണ് അവൻ പോയത്. അപ്പോഴാണ് അവളുടെ മുഖമൊന്ന് തെളിഞ്ഞതും. പോകാം ആർദ്ര. ആ സാർ. 7-ാം മാസം ആവാനായി അല്ലേടോ? തനിക്ക് ഓഫീസിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണ്ട. ഇല്ല സാർ, 9 ആയാൽ ഞാൻ വരില്ല. അതുവരെ വന്നോട്ടെ പ്ലീസ്. തൻ്റെ ഇഷ്ടം. അവളെ കൂട്ടി അവൻ്റെ വണ്ടി അങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. ഗേറ്റ് കടക്കും മുന്നേ അവനൊന്ന് തിരിഞ്ഞു നോക്കി. പിറകിൽ അപർണ നിൽക്കുന്നത് കണ്ട് ഒരു ഉമ്മ പുറത്തു വിട്ടു. അവളത് പിടിച്ച് നെഞ്ചിൽ ചേർക്കുന്നത് കണ്ട് ചിരി വന്നു പോയിരുന്നു അവന്. ഇപ്പോൾ എങ്ങനെയുണ്ട് ജയദേവൻ? അവൻ ചിരിയോടെ ഡോക്ടറെ നോക്കി. കുഴപ്പമില്ല സാർ, ബെറ്ററാണ്. വന്നിട്ടിപ്പോൾ എത്ര നാളായെന്നറിയുമോ? അവൻ്റെ മുഖത്ത് നിന്ന് ഇല്ലെന്നോർത്തു. 4 മാസങ്ങൾ. 4 മാസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അത്രയുമായോ? തനിക്കൊരു വിസിറ്ററുണ്ട്. ആരാ? ദീപനാണ്. ആ, അവൻ്റെ മുഖം തെളിഞ്ഞു. അയാളെ പറഞ്ഞു വിടാം. ശരി ശരി ഡോക്ടർ. അല്പം കഴിഞ്ഞ് ദീപൻ കയറി വന്നു. എങ്ങനെയുണ്ട് ദേവാ ഇപ്പോൾ? അവൻ കാലുകൾ പതിയെ താഴേക്ക് വെച്ച് കാണിച്ചു കൊടുത്തു. ദീപൻ്റെ കണ്ണ് നിറഞ്ഞു പോയിരുന്നു. എടാ, എനിക്കിത് വിശ്വസിക്കാമോ? ഇത്ര വേഗം? വേഗം വേണം. എൻ്റെ ആഗ്രഹമായിരുന്നു. ബെറ്ററായിട്ടില്ല. ഇനിയും 2 മാസം കൂടെ എടുക്കും. പക്ഷേ നീ ഇതാരോടും പറയണ്ട. എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച്. അവിടെ എന്താ വിശേഷം? വിശേഷം നിൻ്റെ വീട്ടിലാണ്. പാർവതിയുടെ 7-ാം മാസം ചടങ്ങ് നടത്താൻ പോവാണ്. അതിൻ്റെ ഒരു മേളം. ഓ, അവനൊന്ന് പുച്ഛിച്ചു. അപ്പോൾ ശരിക്കും അത് നിൻ്റെ കുഞ്ഞല്ലാലേ? അവൻ ദീപനെ നോക്കി കണ്ണിരുട്ടി. എൻ്റെ കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആർദ്രയുടെ വയറ്റിലേ ജനിക്കൂ. ഇതിൻ്റെ തന്ത ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആണോ? ഇത് കൊണ്ടുപോയി പാട്ടാക്കിക്കോ നീ. നിന്നെ തീരെ വിശ്വാസമില്ല എനിക്ക്, പട്ടി. അവൻ ചിരിയോടെ ദീപനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ഡാ. നീ അന്ന് ഇങ്ങോട്ട് വരാൻ നിർബന്ധം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ. ഏയ്. തിരികെ പിടിമുറുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 7-ാം മാസത്തെ ചടങ്ങിന് പോകുന്ന സന്തോഷത്തിലാണ് പാർവതി. ഒരു പാലയ്ക്കാമാല കൂടെ എടുത്ത് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു അവർ. നന്നായി വരും. കൂട്ടിന് എൻ്റെ ദേവൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വേഗം ഇങ്ങ് വരണം. ശരി അമ്മാമ്മേ. അവൾ ചിരിയോടെ തലയാട്ടി. വത്സലയ്ക്ക് ദേവനേക്കാളും ആ കുഞ്ഞായിരുന്നു വലുത്. എല്ലാം കണ്ട് ചന്ദ്രശേഖരൻ്റെ മനസ്സ് നിറഞ്ഞു. ഇടയ്ക്കൊന്ന് അവളെ തനിച്ച് കിട്ടിയപ്പോൾ അയാൾ അവളെ അഭിനന്ദിച്ചു. കൊള്ളാം, മിടുക്കി തന്നെയാണ്. ജനിക്കാൻ പോകുന്നത് രാജകുമാരനാണ്. ഇവിടത്തെ രാജകുമാരൻ. ഈ കണ്ട സ്വത്തിന് മുഴുവൻ അവകാശി. ഇപ്പോൾ എന്ത് പറയുന്നു എൻ്റെ മോള്? അച്ഛൻ ചെയ്തത് നല്ലത് തന്നെയല്ലേ? അവൾ അയാളെ ഒന്ന് നോക്കി. ഇതുപോലെ ഒരു രാജകുമാരൻ തന്നെയായി വളരുമായിരുന്നു ഞാൻ അവനോടൊപ്പമാണെങ്കിലും. അച്ഛനാണ് അത് സമ്മതിക്കാത്തത് കൊണ്ടുവന്നത്. അതേടി, അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അച്ഛാ പ്ലീസ്, ഇതൊക്കെ നമുക്കിടയിൽ രഹസ്യമാക്കി വെച്ചോ. ആരും അറിയണ്ട. എന്തുകൊണ്ടോ ദേവേട്ടനെ ഇതെല്ലാം അറിയാമെന്നുള്ളത് അച്ഛൻ അറിയണ്ട എന്ന് തോന്നി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
വീട്ടിലേക്ക് കയറാൻ നേരം അപർണ ചടങ്ങുകൾ ചെയ്യുന്നത് ആർദ്ര നോക്കി നിന്നു. അവളുടെ സന്തോഷം നിറഞ്ഞ മുഖം, പുറത്തേക്ക് വീർത്തു നിന്ന വയർ, വായിലേക്ക് മധുരം വെച്ച് കൊടുക്കുന്ന അവളുടെ അമ്മ, 9ലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുന്ന തൻ്റെ വയർ അവളൊന്ന് തലോടി. അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആർദ്ര. അവൾ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കി. എന്താ? ഏയ്, എനിക്കറിയാം നിനക്ക് വിഷമമായല്ലേ, അതുകൊണ്ടാ ഈ ചടങ്ങ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിനക്കായിരുന്നല്ലോ വേണമെന്ന് നിർബന്ധം. അവൾ ചിരിയോടെ കണ്ണുകൾ തുടച്ചു. അപ്പു, എനിക്ക് വിഷമമായി, സത്യമാണ്. പക്ഷേ എന്ന് കരുതി നിന്റെ സന്തോഷം വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? സത്യം പറഞ്ഞാൽ നിനക്കിപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയില്ലേ? അതുണ്ട്, അത് മതി സമാധാനം. എൻ്റെ വിഷമമൊന്നും നീ കണക്കാക്കണ്ട. അതൊക്കെ പണ്ടേ എനിക്ക് വിധിച്ചതാണ്, ഈ ഒറ്റപ്പെടൽ. ഇറങ്ങാനായോ? ആകുന്നു. ഒരാഴ്ച നിന്നിട്ട് വരണേ അപ്പു. വരാം, എനിക്ക് ഇവിടെയാണ് ഇഷ്ടം എന്നറിയാലോ, ഞാൻ വരും. അത് മതി. അപർണ, വാ, ഇറങ്ങാനായി മോളെ. അമ്മ വിളിച്ചു പറയുന്നത് കേട്ടു. പോയിട്ട് വരാംടാ. അവളെ കെട്ടിപ്പിടിച്ചു. എഡ്വിൻ അടുത്തെത്തിയപ്പോൾ പക്ഷേ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. പോയിട്ട് വരാം ഇച്ചായ. നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചവൻ. ഇറങ്ങട്ടെ? രാത്രി ഞാൻ വരണോ? വേണ്ട, ആർദ്ര തനിച്ചാകും. ശാരദേച്ചി അവരെ ചുറ്റിപ്പിടിച്ചു. പോയിട്ട് വാ മോളെ. ആരോനെ നോക്കണേ ചേച്ചി. പോയിട്ട് വാ മോളെ. അവൾ ഇറങ്ങിപ്പോയപ്പോൾ ആർദ്ര മുറിയിലേക്ക് നടന്നു. സങ്കടം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജയ് ഒന്ന് കാണാൻ, ആ ശബ്ദമെങ്കിലും കേൾക്കാൻ. വിളിക്കണ്ട എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും വിളിക്കാതെ ഇരിക്കാനായില്ല. എടുക്കുമോ എന്ന് ഉറപ്പില്ല. പക്ഷേ ആ കോൾ അറ്റൻഡ് ചെയ്ത നിമിഷം അവളുടെ നെഞ്ചിടിച്ചു തുടങ്ങിയിരുന്നു. ഹലോ. മിണ്ടാൻ വാക്കുകൾ കിട്ടിയില്ല. ഹലോ ജയ്. ആരോ? എവിടെയാടാ? വീട്ടിലാണ് ജയ്. വിളിക്കുമെന്ന് ഓർത്തില്ല, ആഗ്രഹിച്ചിരുന്നു. വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നീ വിളിക്കില്ല എന്നെ? ഉവല്ലോ, അതല്ലേ വിളിച്ചേ. കാണാൻ തോന്നുന്നു. എങ്ങനെയുണ്ടോ ഇപ്പോൾ ജയിക്ക്? എനിക്ക് നിന്നെ കാണാൻ വരേണ്ടേ ഡി? വരൂ. പിന്നെ വരാതെ? നിന്നെയും നമ്മുടെ മോളെയും. അവൾ പെട്ടെന്ന് നിശബ്ദയായി. ഹലോ. പോയോ? ഹലോ. ഇവിടെയുണ്ട്. എന്തേ പെട്ടെന്ന് അങ്ങനെ സൈലൻ്റ് ആയത്? മോളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാ? നീ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് എനിക്കറിയാം. എങ്ങനെ അറിയാം? പിന്നെ എനിക്കറിയാത്തതാണോ നിന്നെ? നിന്റെ മുഖമൊന്ന് വാടിയാൽ എനിക്കറിയാം. അപ്പോൾ നിന്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുള്ളത് ഞാൻ അറിയാതിരിക്കുമോ? ആദ്യം കണ്ട നിമിഷം എനിക്കത് ഫീൽ ചെയ്തതാണ്. പിന്നെ നീ പറയുമെന്നോർത്തു. എന്തേ പറയാഞ്ഞത്? അത് പിന്നെ പറയണ്ട എന്ന് കരുതി അല്ലേ? ഇപ്പോൾ എന്തേ വിളിച്ചേ? കാണാൻ തോന്നുന്നുണ്ടോ? വീഡിയോ കോൾ വിളിക്കട്ടെ? അവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് വീഡിയോ കോൾ ചെയ്തു. കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു പോയി. കണ്ണുകൾ നിറഞ്ഞു വന്നത് അവൻ തുടച്ചു കളഞ്ഞു. എൻ്റെ മോൾ എവിടെ? കാണട്ടെ. അവൾ ഫോൺ താഴേക്ക് നീട്ടിപ്പിടിച്ചു. വലുതായല്ലോ, 9 ആകാനായി. കണ്ടോ, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. വരുമ്പോൾ അമ്മയും മോളും ഒന്നിച്ചു കൊണ്ടുപോകാം ഞാൻ. അവൾ സങ്കടം മറച്ച് ചിരിച്ചു പോയിരുന്നു. ആരോ കൊതിയാകുന്നടി. എന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇത്രയും നാൾ എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ല. നിന്നെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്നും കണ്ടില്ല. ജയ്, വേണ്ട, പ്രശ്നമാവും. ആരേലും പെട്ടെന്ന് കയറി വന്നാൽ. വേണ്ടാലേ? എന്നാ വേണ്ട, വെച്ചോട്ടെ ഞാൻ. ഇനി എപ്പോഴാ വിളിക്കുക? വിളിക്കണോ? വിളിക്കൂ. എന്നാ വെച്ചോ ഉമ്മ. ആ കോൾ കട്ട് ചെയ്യുമ്പോൾ അവൾക്ക് സമാധാനം തോന്നിയിരുന്നു. വീട്ടിലെത്തി അപർണ. സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ഇതിനു മുന്നേ തനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തോന്നി. അന്ന് രാത്രി അമ്മയാണ് ചോറുവാരി കൊടുത്തത്. അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. ശ്രീയെ കണ്ടപ്പോൾ അവൾ തെളിച്ചൊരു ചിരി നൽകി. ശ്രീയേട്ടാ, നിനക്ക് സുഖമാണോടി? ഹാപ്പി അല്ലേ നീ? അതെ ഏട്ടാ. ആയാൽ മതി, അത് കേട്ടാൽ മതി. ശ്രീയേട്ടാ, ഏട്ടൻ നല്ലൊരു കുട്ടിയെ വിവാഹം കഴിക്കണം കേട്ടോ. വെറുതെ അമ്മായിയെ വിഷമിപ്പിക്കണ്ട. ആലോചിക്കാം. പോരെ? മതി. രാത്രി ഇറങ്ങാൻ റൂമിൽ വന്നപ്പോൾ എല്ലാം അഴിച്ചു വെച്ചൊന്ന് കുളിച്ചു. സമാധാനം. പക്ഷേ കണ്ണുകൾ നിറയുന്നു. അവനില്ലാതെ. ആ നെഞ്ചിൽ ചായാതെ എങ്ങനെ ഉറങ്ങും? അവനെ ഒന്ന് വിളിച്ചാലോ എന്ന് ഓർത്തതേ ഉള്ളൂ. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്തു. ഹലോ. ഉറങ്ങിയോടി? ഇല്ല. എന്നാ ഈ വാതിലൊന്ന് തുറന്നേ. എന്താ? വാതിൽ തുറക്ക് കൊച്ചേ. അവൾ പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്നു.